ഏപ്രിൽ മാസം മുതൽ പുതിയ നിയമം നടപ്പിലാക്കുകയാണ്. ഇതുവഴി ബാങ്കിൽ ഒരു മാസം നമുക്ക് ATM വഴി പിൻവലിക്കാവുന്ന, ഫ്രീ ആയിട്ട് പിൻവലിക്കാവുന്ന അതിൻ്റെ സംഖ്യ 4 പ്രാവശ്യമാണ്. 4 പ്രാവശ്യം ഫ്രീ ആയിട്ട് ഒരു മാസം പിൻവലിക്കാം. പിന്നെ ബാക്കിയുള്ളതിനൊക്കെ ചാർജ് ഏർപ്പെടുത്താവുന്നതായിരുന്നു. ഏപ്രിൽ മാസം മുതൽ നമ്മൾ Paytm ഗൂഗിൾ പേ അങ്ങനത്തെ വഴി നമ്മൾ ഇടപാട് നടത്തിയാലും അതും ഇതിൽ കൗണ്ടിങ് ആവും എന്നത്ര. അപ്പോൾ 4 കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാറ്റിനും പണം ഈടാക്കുന്നു. പിന്നെ അതുപോലെ പല നിയമങ്ങളും നടപ്പിലാക്കുന്നുണ്ട്. അതായത് നമ്മുടെ പൈസ ബാങ്കിലിടുന്നു, ആ പൈസ നമ്മൾക്ക് എടുക്കാനതിന് അവർക്ക് ചാർജ് കൊടുക്കണമെന്ന്. ഇത് എവിടുത്തെ ആരാ നിയമം ഉണ്ടാക്കിയെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇത്തരം നിയമങ്ങൾ കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കേണ്ടതാണ്. നമ്മളെ കയ്യിലിരിക്കുന്ന പൈസ അത് ഡിജിറ്റൽ ഇടപാടെന്നും പറഞ്ഞ് ബാങ്കിൽ നിർബന്ധമായിട്ട് ഇടിപ്പിച്ച് ആ പൈസ നമ്മുടെ ആവശ്യത്തിന് എടുക്കാൻ ചെല്ലുമ്പോൾ 4 പ്രാവശ്യം കിട്ടുള്ളൂ. ബാക്കിയുള്ള പൈസ നമ്മുടെ സ്വന്തം, അല്ലാണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒന്നും അല്ലത്. നമ്മുടെ അധ്വാനിച്ച പൈസ എടുക്കുന്നതിന് അവർക്ക് കൂലി കൊടുക്കണമെന്ന്. ഇതെന്ത് ന്യായം? ആരാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്? ഇത്തരം നിയമങ്ങൾക്കെതിരെ അതിശക്തമായി പ്രതിഷേധിക്കുകയാണ്.